ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ തിരുവോണ ദിവസം ഞാൻ എൻ്റെ പൂച്ചയ്ക്ക് നോൺ വെജ് സദ്യ ഒരുക്കി അതിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാ പൂച്ച നോൺ വെജ് സദ്യ കഴിക്കുന്നത് കാണാൻ എല്ലാവരും ഫുൾ വീഡിയോ കാണാം. പിന്നെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ വർഷത്തെ ഓണത്തിന് നമ്മൾ ബബ്ലോ പോലെ മിസ് ചെയ്തിട്ടുണ്ട്. ബബ്ലോ മിസ്സായിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അമ്മയും ബബ്ലോ ഇല്ലാത്ത ഓണമാണ്. ഞങ്ങൾക്ക് വേണ്ടി വെജ് സദ്യയൊക്കെ ഉണ്ടാക്കി. പക്ഷേ പൂച്ചകൾക്ക് വേണ്ടി ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ച് അവർ നോൺ വെജ് അല്ലേ കഴിക്കുള്ളൂ. പിന്നെ മീൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിലാണ്. ചിക്കൻ വാങ്ങിച്ച് ചിക്കൻ കറി വെച്ച് പിന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നോൺ വെജ് സദ്യ ഉണ്ടാക്കി. എല്ലാവരും നോൺ വെജ് സദ്യ കഴിക്കുന്നത് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ഫുൾ വീഡിയോ കാണണം. പിന്നെ ഞങ്ങൾക്ക് സേമിയ പായസത്തിൻ്റെ കിറ്റ് കിട്ടിയാൽ അങ്ങനെ പായസം സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. പൂച്ച വിളിക്കണ കേട്ട സൗണ്ട്. അപ്പം പൂച്ചകൾക്കൊക്കെ സദ്യയാണ്. ആദ്യം ഈ 2 പൂച്ച കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. അവർക്ക് വിസ്കാസ് ഓണ സദ്യയാണ് കൊടുക്കുന്നത്. അതിൻ്റെ അമ്മ പൂച്ചയാണ്. അത് കുഞ്ഞുങ്ങൾ കഴിച്ചതിന് ശേഷം അത് ഫുഡ് കഴിക്കുകയുള്ളു. അവർക്ക് കൂടുതൽ ഇഷ്ടം കിറ്റൻ വിസ്കാസ. അതുകൊണ്ട് വിസ്കാസ് ഓണ സദ്യയാണ് ഇലയിലാണ് കൊടുക്കുന്നത്. ഈ മറ്റ പൂച്ചകൾ കഴിക്കുന്നത് കാണിച്ചാൽ എല്ലാവർക്കും വെറൈറ്റി ആയിട്ടുള്ള ഓണ സദ്യയാണ് ഞാൻ കൊടുത്തത്. ഇപ്പം വിസ്കാസ് ഓണ സദ്യയാണ് ഇത്. വിസ്കാസ് ഓണ സദ്യയാണ്. വീട്ടിലെ പൂച്ചയ്ക്കും പുറത്തുള്ള പൂച്ചയ്ക്കും കൊടുത്ത് ഇത് 2 പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കുന്നത് ചോറ്, പപ്പടം, പായസം, ചിക്കൻ കറിയാണ്. പിന്നെ തൈര് ക്യാരറ്റ് ഇട്ടിട്ടൊരു കിച്ചടി ഉണ്ടാക്കിയാൽ അതും കൊടുത്ത്. അവർ പപ്പടമൊക്കെ ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവർ പപ്പടം കഴിക്കുന്നത്. എല്ലാവരും ഇലയിൽ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ പൂച്ചയ്ക്ക് നിങ്ങൾ തിരുവോണത്തിന് ഇതുപോലെ ഇലയിലൊക്കെ ഫുഡ് കൊടുത്തെങ്കിൽ നിങ്ങളതിനെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നിങ്ങളുടെ വീട്ടിൽ എത്ര പൂച്ചയുണ്ടെന്ന് അറിയിക്കണം. എൻ്റെ വീട്ടിലും അതുപോലെ പുറത്തുമായിട്ട് ഒരുപാട് പൂച്ചയുണ്ട്. എല്ലാവർക്കും ഞാൻ ഓണസദ്യ കൊടുത്തു. നോൺ വെജ് ഓണസദ്യയാണ് എല്ലാവർക്കും കൊടുത്തത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പം ഇത്തവണത്തെ തിരുവോണ സദ്യ ഇവരോടൊക്കെ ഒപ്പമായിട്ടുണ്ട്. അല്ലാതെ വേറെ ഗസ്റ്റൊന്നും ഞങ്ങൾക്കില്ലായിട്ട്. ഇത് മീൻ ആണ്. മീൻ ഒക്കെ ഉണ്ടല്ലോ ഓണസദ്യ. നത്തോലി ഇടയാണ് അവർക്ക്. അപ്പോൾ കഴിച്ചതിന് ശേഷം വീണ്ടും നോക്കുകയാണ്. നത്തോലി വേവിച്ചതാണ് അതിന് കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും തിരുവോണത്തിന് സദ്യയൊക്കെ കഴിച്ച്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.